CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോങ്ങാട് കുണ്ടളശ്ശേരിയിൽ 1.25 കിലോ മെത്താഫിറ്റമിനുമായി യുവതിയെയും യുവാവിനെയും കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 1/2 കോടിയോളം വില വരുന്നതാണ് ലഹരി മരുന്ന്. കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലാണ് ഇവർ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 7 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി N. ഷംസുദ്ദീൻ MLA. നവകേരളം കർമ്മ പദ്ധതിയിൽ നിർദ്ദേശപ്രകാരം സമർപ്പിച്ച 6 പദ്ധതികൾക്കാണ് അംഗീകാരം. റോഡിന് കുറുകെ ചാടിയ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രി 10 മണിയോടെ മരുതുംകാട് ആനക്കല്ലിന് സമീപത്ത് വച്ചായിരുന്നു അപകടം. സർജറി കൂടാതെ അതിനൂതന ഇന്റർവെൻഷണൽ രീതികൾ ഉപയോഗിച്ച് അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന സമ്പൂർണ്ണ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കോങ്ങാട് കുണ്ടളശ്ശേരിയിൽ 1.25 കിലോ മെത്താഫെറ്റമിനുമായി യുവതിയെയും യുവാവിനെയും കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 1/2 കോടിയോളം വില വരുന്നതാണ് ലഹരി മരുന്ന്. കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലാണ് ഇവർ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. മങ്കര സ്വദേശിയായ സുനിൽ, മണ്ണൂർ സ്വദേശിയായ സരിത എന്നിവരാണ് കസ്റ്റഡിയിലായത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോങ്ങാട് പോലീസും ലഹരി വിരുദ്ധ സേന ഡാൻസാഫും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയും യുവാവും കസ്റ്റഡിയിലായത്. 1 വർഷമായി ഇരുവരും ചേർന്ന് കോങ്ങാട് ടൗണിൽ കാറ്ററിംഗ് സ്ഥാപനവും ആരംഭിച്ചിരുന്നു. ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബംഗളൂരുവിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് രാസലഹരി മൊത്തമായെടുക്കുന്ന ഇവർ ഇത് കേരളത്തിലെത്തിച്ച് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരും ബാംഗ്ലൂരുവിലേക്ക് പോയ വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. ഇവർ തിരിച്ചു വരുന്നത് നോക്കി പോലീസ് കാത്തുനിന്നു. ഇന്ന് വൈകിട്ട് ഇരുവരും വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കയ്യോടെ പിടികൂടിയത്. പാലക്കാട് നർക്കോട്ടിക് ഡിവൈഎസ്പി അബ്ദുൽ മുനീർ, ഡിവൈഎസ്പിമാരായ M. സന്തോഷ് കുമാർ, മനോജ് കുമാർ, കോങ്ങാട് CI R. സുജിത് കുമാർ, SI V. വിവേക്, ചെർപ്പുളശ്ശേരി SI ഷബീബ് റഹ്മാൻ, പാലക്കാട് ഡാൻസാഫ് ടീം എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. CCN കോങ്ങാട്. റോഡിന് കുറുകെ ചാടിയ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് മുരുതുംകാട് ആനക്കല്ലിന് സമീപത്ത് വെച്ച് അപകടം നടന്നത്. കല്ലടിക്കോട് കരിമ്പ 3 ഏക്കർ കുഞ്ചീരത്ത് വീട്ടിൽ K. സന്ദീപിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് മരുതുംകാട് ആനക്കല്ലിനു സമീപത്ത് വെച്ച് അപകടം നടന്നത്. തിരുപ്പൂരിൽ ജോലി ചെയ്യുന്ന സന്ദീപ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. ഞാൻ തിരുപ്പൂരിൽ നിന്നും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ തുപ്പനാട് മീൻമല റോഡില് ആനക്കല്ല് ഭാഗത്തിന് ശേഷമാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ പന്നി ബൈക്കിലിടിക്കേണ്ടായത്. ഒരു 9 മണിക്ക് ശേഷമാണ്, 9 മണി 9:30 ഈ അപകടം ഉണ്ടായത്. അതിനുശേഷം ഞാൻ മദർ കെയർ ആശുപത്രിയിൽ ചികിത്സ നേടി. തോളലിനു പരിക്കേറ്റ സന്ദീപിനെ മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ മുൻനിരയിലുള്ള പല്ലും നഷ്ടമായി. CCN കോങ്ങാട്. സർജറി കൂടാതെ അതിനൂതന ഇന്റർവെൻഷണൽ രീതികൾ ഉപയോഗിച്ച് അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന സമ്പൂർണ്ണ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഗർഭാശയ മുഴകൾ, ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന മുഴ, ഞരമ്പുകളിലെ ബ്ലോക്ക് തുടങ്ങിയവ സർജറി കൂടാതെയും സങ്കീർണമായ ബയോപ്സി ടെസ്റ്റുകളും ഇനി ഇവിടെ ചെയ്യാവുന്നതാണ്. വേദനാരഹിതവും കുറഞ്ഞ ആശുപത്രിവാസവും മറ്റു സങ്കീർണതകളില്ലാതെയും രോഗിയെ ചികിത്സിക്കുക വഴി അടുത്ത ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ഇതിനായി പ്രത്യേകം സജ്ജമാക്കിയ OPD, പ്രൊസീജിയർ റൂം,
കാത്ത് ലാബ്, അത്യാധുനിക ഉപകരണങ്ങൾ, ഈ രംഗത്ത് കഴിവ് തെളിയിച്ച നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ സേവനം എന്നിവ ഇവിടെ ലഭ്യമാണ്. ഡോക്ടർ തൗഫീഖ് അലി, ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത്. കിംസ് അൽ ഷിഫ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം കിംസ് അൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീന്റെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഡെന്റൽ എക്സ്റേ OPG യൂണിറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഡയറക്ടർമാരായ പിലാക്കൽ ഹംസ, അബ്ദുൾ റസാഖ്, ഡോക്ടർ അമീൻ, മുഹമ്മദ് ഫൈസൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഹോസ്പിറ്റൽ CEO പ്രിയൻ KC, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ യഹിയ, ഡോക്ടർ EG മോഹൻകുമാർ, ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഡോക്ടർ സാജൻ K, ഡോക്ടർ സയ്യിദ് മൊയ്നുള്ള, ഡോക്ടർ ഫെബിന, ഡോക്ടർ മുഹമ്മദ് ഇർഷാദ്, ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, ഡോക്ടർ മൊയ്തീൻ ബാബു, ഡോക്ടർ അബ്ദുറഹ്മാൻ, ഡോക്ടർ ഗണേശൻ, ഡോക്ടർ സൗമ്യ, ഡോക്ടർ മഹസൂമ എന്നിവർ സന്നിഹിതരായിരുന്നു. CCN പെരിന്തൽമണ്ണ. കരിമ്പുഴ ദാക്ഷായണി ബാലാശ്രമത്തിൽ വിജയോത്സവം നടന്നു. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഉദ്ഘാടനം ചെയ്തു. ബാലാശ്രമം സെക്രട്ടറി പ്രസാദ് സ്വാഗതം പറഞ്ഞു. കരിമ്പുഴ പഞ്ചായത്ത് 7ാം വാർഡ് അംഗം വിജിത അധ്യക്ഷയായി. VHP സംസ്ഥാന സേവാ പ്രമുഖ് K മാധവ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വിനോദ് ആശംസ അറിയിച്ച് സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് കോങ്ങാട് പ്രസിഡന്റ് ദേവദാസ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബാലാശ്രമം സെക്രട്ടറി PS വിനോദ് ചടങ്ങിന് നന്ദി അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. കോട്ടപ്പാടം, കൊമ്പം, വടശ്ശേരിപ്പുറം വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് MSF കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. അനുമോദന സമ്മേളനവും ഷെയ്ഖ് അഹമ്മദ് ഹാജി അനുസ്മരണവും N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഈ പരിപാടിയായിരുന്നു. അന്ന് ഒരുപാട് സ്കൂളിൽ പോയി. അതുകൂട്ടത്തിൽ തുടക്കം ഭീമനാട് സ്കൂളാണ്. അവിടെ UP LP ഉള്ള LP UP കൂടി ചേർന്ന UP ആണ്. 1 മുതൽ 7 വരെയാണ്. അപ്പോൾ LSS ഉണ്ട്, USS ഉണ്ട്. 73 കുട്ടികളാണ് LSSഉം USSഉം കൂടി ആ സ്കൂളിൽ നിന്ന് നേടി. പിന്നെ ഞങ്ങൾ CPI UP സ്കൂളിൽ പോയി. അവിടെ 35 കുട്ടികൾ. അങ്ങനെ ഏത് സ്കൂൾ പരിശോധിച്ചാണ്. SSLC +2 ഉന്നത വിജയികളെയും LSS USS NMMS സ്കോളർഷിപ്പ് ജേതാക്കളെയും ഷെയ്ഖ് അഹമ്മദ് ഹാജി സ്മാരക അവാർഡുകൾ നൽകി അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K റജീന അധ്യക്ഷയായി. മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ N മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. SSLC പരീക്ഷയിൽ 11 വർഷം തുടർച്ചയായി 100% വിജയം നേടിയ വടശ്ശേരിപ്പുറം SAHM GHSനെ ചടങ്ങിൽ ആദരിച്ചു. യൂത്ത് ലീഗ് ശാഖ ജനറൽ സെക്രട്ടറി A മുഹമ്മദ് ഉനൈസ് സ്വാഗതവും പ്രസിഡന്റ് K മുഹമ്മദ് ഫൈസൽ നന്ദിയും പറഞ്ഞു. CCN ചത്തല്ലൂർ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 7 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി N ഷംസുദ്ദീൻ MLA അറിയിച്ചു. നവകേരളം കർമ്മ പദ്ധതിയിൽ നിർദ്ദേശപ്രകാരം സമർപ്പിച്ച 6 പദ്ധതികൾക്കാണ് അംഗീകാരം. അലനല്ലൂർ എടത്തനാട്ടുകരയിലെ തടിയംപറമ്പ് കൊമ്പംകല്ലിലും തെന്നാരി മുക്കാട് പ്രദേശത്ത് പൊട്ടിത്തോടിനു കുറുകെയും പാലം നിർമ്മിക്കും. മണ്ണാർക്കാട് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കുന്തിപ്പുഴയ്ക്കു സമീപം നടപ്പാത, അട്ടപ്പാടി പുതൂർ ഗവൺമെന്റ് ട്രൈബൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടം, കോട്ടോപ്പാടം അരിയൂർ GMLP സ്കൂളിന്റെ മൈതാനം നവീകരണം, കുമരംപുത്തൂർ ചങ്ങലേരിയിലെ പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരണം എന്നിവയ്ക്കാണ് അംഗീകാരമായത്. ഇതിൽ പുതൂർ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 2 കോടിയും മറ്റുള്ളവയ്ക്ക് ഓരോ കോടി രൂപ വീതവുമാണ് ചിലവ്.
ചെലവ് പാലങ്ങളും നഗരസൗന്ദര്യവൽക്കരണവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖാന്തിരവും സ്കൂൾ കെട്ടിടം മൈതാന നവീകരണം പൊതുവിദ്യാഭ്യാസ വകുപ്പും പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരണം കായിക യുവജനക്ഷേമ വകുപ്പ് മുഖാന്തിരവുമാണ് പ്രവൃത്തികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുകയെന്ന് MLA അറിയിച്ചു. CCN മണ്ണാർക്കാട്. കടമ്പഴിപ്പുറം വായില്യംകുന്ന് മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ സമാപിച്ചു. വിശേഷാൽ പൂജകളും മേളവും ഡബിൾ തായമ്പകയും നടന്നു. രാവിലെ പ്രത്യേക പൂജകൾ നടന്നു. വൈകുന്നേരം കല്ലുവഴി പ്രകാശനവും സംഘവും അവതരിപ്പിച്ച മേളം അരങ്ങേറി. തുടർന്ന് കോട്ടക്കൽ ധീരജ് കൃഷ്ണൻ, അങ്ങാടിപ്പുറം ജിഷ്ണു എന്നിവർ ഡബിൾ തായമ്പക അവതരിപ്പിച്ചു. CCN കടമ്പഴിപ്പുറം. നവീകരിച്ച CSB ബാങ്കിന്റെ മണ്ണാർക്കാട് ശാഖ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളോടെ ആശുപത്രിപ്പടി പൂക്കുന്നൻ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. സ്ഥിര നിക്ഷേപങ്ങൾ, ഗോൾഡ് ലോൺ, വിവിധ വായ്പാ പദ്ധതികൾ തുടങ്ങി ബാങ്കിംഗ് മേഖലയിൽ മികച്ച സേവനവുമായി പുതിയ ബിൽഡിംഗിലേക്ക് മാറിയ ബാങ്ക് നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ATM കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കമ്മാപ്പ, കൗൺസിലർ ഇബ്രാഹിം, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ വിവിധ വിഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷിഹാബുദ്ദീൻ, പരമേശ്വരൻ, CSB സോണൽ ഹെഡ് ജെയ്സൺ ജോസ്, ക്ലസ്റ്റർ ഹെഡ് രാജഗോപാൽ TV, ബ്രാഞ്ച് മാനേജർ അനൂപ് P. മേനോൻ, UGS PRO ശ്യാംകുമാർ, ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ SSLC +2 പരീക്ഷയിൽ മുഴുവൻ A+ ലഭിച്ച ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീന ഉദ്ഘാടനം നിർവഹിച്ചു. അറിയാം, നിങ്ങൾക്കുള്ളതിന്റെ ഇരട്ടി സന്തോഷം ഈ പാരന്റ്സിനുണ്ടാവും. കാരണം എന്താ, ഓരോ കുട്ടിയുടെയും വളർച്ച ഓരോ രക്ഷിതാക്കളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്ക് ഒന്നുകൂടി ഇരട്ടി സന്തോഷമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സന്തോഷത്തിന്റെ നിറവിൽ നിൽക്കുകയാണ്. SSLC +2 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ, അതായത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പടുവിൽ കുഞ്ഞുമുഹമ്മദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീന മുത്തനിൽ, വാർഡ് മെമ്പർമാർ, കോർഡിനേറ്റർ KP ഉമ്മർ, രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. പെരിന്തൽമണ്ണ പാതായിക്കര മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി ഒലിങ്കരയിലെ 200-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലെ 200ഓളം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഈ ഫ്ലാറ്റിന്റെ ഇവിടെ മുൻ കൗൺസിലറാണ് ഉസ്മാൻ കൗൺസിലറായ കാലത്താണ് ഇത് തുടക്കം കുറിച്ചത്. അന്ന് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ വലിയൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. പക്ഷേ താമസാക്കുമ്പോൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇന്നും പരിഹാരം കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞ ഒരു 4 മാസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്തുള്ള ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ ഇതിന്റെ ദുരിതപൂർണമായ ഒരു സാഹചര്യം ഞങ്ങളോട് സമീപിക്കുകയും അത് ബഹുമാനപ്പെട്ട MLA ശ്രദ്ധപ്പെടുത്തി MLA ഇതിൽ വന്ന് ഇടപെടുകയും നഗരസഭയിൽ അതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ സംഘടിപ്പിക്കുകയും മലപ്പുറം ജില്ലാ കളക്ടർക്കും
ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അതുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 15-ാം വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി കുന്നത്ത് സലാം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തെക്കത്ത് ഉസ്മാൻ, അസ്കർ, സിദ്ദിഖ്, പച്ചേരി ജലാൽ, മേലേത്തിൽ കുഞ്ഞുട്ടി, ഫിഫാൻ പാറയിൽ എന്നിവർ ആശംസയർപ്പിച്ചു. മുഹമ്മദ് ഹാഷിം ഷിബിൻ കൃഷ്ണ, CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോങ്ങാട് കുണ്ടളശ്ശേരിയിൽ 1.25 കിലോ മെത്താഫിറ്റുമിനുമായി യുവതിയെയും യുവാവിനെയും കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 1/2 കോടിയോളം വില വരുന്നതാണ് ലഹരി മരുന്ന്. കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലാണ് ഇവർ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 7 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി എൻ ഷംസുദ്ദീൻ MLA. നവകേരളം കർമ്മ പദ്ധതിയിൽ നിർദ്ദേശപ്രകാരം സമർപ്പിച്ച 6 പദ്ധതികൾക്കാണ് അംഗീകാരം. റോഡിന് കുറുകെ ചാടിയ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രി 10 മണിയോടെ മരുതുംകാട് ആനക്കല്ലിന് സമീപത്ത് വച്ചായിരുന്നു അപകടം. സർജറി കൂടാതെ അതിനൂതന ഇന്റർവെൻഷണൽ രീതികൾ ഉപയോഗിച്ച് അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന സമ്പൂർണ്ണ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.